അപ്പം മോശെ ഈ ജനങ്ങളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത്, ഇസ്രായേൽ ജനതയോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ദൈവത്തെ ആരാധിക്കേണ്ട രീതികളെക്കുറിച്ചും അവർ ദൈവമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറേ വ്യവസ്ഥകൾ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്ന ന്യായപ്രമാണം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് തോറ എന്ന് പറയുന്ന ഈ 5 പുസ്തകങ്ങളിൽ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ്. ആ ന്യായപ്രമാണത്തിനകത്ത് മോശെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ മുതൽ മോഹിക്കരുത്. അങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെയ്യില്ല. നിങ്ങൾ കൊലപാതകം ചെയ്യില്ല, വ്യഭിചാരം ചെയ്യില്ല, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മോഷ്ടിക്കില്ല, മോഹിക്കില്ല, അവർക്കെതിരെ കള്ളസാക്ഷ്യം കോടതിയിൽ പറയുകയുമില്ല. ഇനി ദൈവവുമായിട്ട് നിങ്ങൾക്ക് നല്ല മനസാക്ഷി, നല്ല ബന്ധം ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കാൻ പാടില്ല. വിഗ്രഹം എന്ന് പറയുന്നത് ദൈവം മരിച്ചുപോയി എന്ന് കാണിക്കുന്ന, ചത്ത വിഗ്രഹം അല്ലേ, മരിച്ചുപോയി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ നാമം നിങ്ങൾ വൃഥാ ഉപയോഗിക്കരുത്. നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന ഒരു ദിവസമുണ്ട് ആഴ്ചയിൽ, ശബത്ത് എന്ന് പറയുന്ന സാറ്റർഡേ. ആ ദിവസം നിങ്ങൾ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും മറ്റുള്ളവർക്ക് റെസ്റ്റ് കിട്ടാനായിട്ടും മാത്രമായിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. അവർക്ക് വാർദ്ധക്യമായി കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോകരുത്. അവരുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. ആയുസ് കാലമൊക്കെയും നിങ്ങൾക്ക് സമൃദ്ധിയും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 10 കൽപ്പനകൾ അടങ്ങുന്ന ഒരു സംഗതി ദൈവം മോശയ്ക്ക് കൊടുക്കുകയാണ്. ഈ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 10 കൽപ്പനയാണ്. വേറെ ചെറിയ കുറേ കൽപ്പനകളുണ്ട്. 400ഓളം കൽപ്പനയുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ കൊച്ചു കൽപ്പനകൾ. പക്ഷേ ആ 10 കൽപ്പനകളെക്കാളും അതിന് പ്രാധാന്യമില്ല. ഈ പറയുന്ന കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഇസ്രായേൽ ജീവിക്കുന്ന സമയത്ത് അവർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മോശെ നോക്കുമ്പോൾ ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മുഴുവൻ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിൻ്റെയൊക്കെ വളരെ കാതലായ അല്ലെങ്കിൽ ഏറ്റവും നടുക്ക് കിടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് പ്രകാരമാണ് അവിടുത്തെ കോടതികളൊക്കെ ചലിക്കേണ്ടത്. അവിടുത്തെ ജഡ്ജിമാരൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അവിടുത്തെ സെനറ്റർമാർ അല്ലെങ്കിൽ അവിടുത്തെ നിയമം ഉണ്ടാക്കുന്നവർ, ബാക്കിയുള്ള നിയമവ്യവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഈ 10 കൽപ്പനകൾ അനുസരിച്ചാണ് അവരെന്ത് ചെയ്യേണ്ടത്? കൊച്ചു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ആ നിയമങ്ങൾക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിൻ്റെ കോമൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അവരുടെ ജസ്റ്റിസ് സിസ്റ്റം മുഴുവനായിട്ടും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഈ 10 കൽപ്പനകളെ പഴയ നിയമമായിട്ട് മുഴുവനായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ പഴയ നിയമം അല്ലെങ്കിൽ ആ പഴയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ 10 കൽപ്പന മാത്രമാണ്. ഈ 10 കൽപ്പന നിങ്ങൾ അനുസരിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഈ 10 കൽപ്പനകളെ അനുസരിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശപിക്കും. പക്ഷെ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. ഈ 10 കൽപ്പന എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന ഈ 5 പുസ്തകങ്ങൾക്കകത്തൊരു ചെറിയ സെക്ഷൻ മാത്രമാണ് വാസ്തവത്തിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉടമ്പടി പുസ്തകം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഈ 5 പുസ്തകങ്ങളോടുകൂടെ അടങ്ങുന്ന സംഗതിയാണ് ബുക്ക് ഓഫ് ദ കവനൻറ്റ്, അഥവാ ഉടമ്പടിയുടെ, യഹൂദന്മാർക്ക് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് കവിതകളുണ്ട്, കഥകളുണ്ട്, ഇതിനകത്ത് ന്യായപ്രമാണം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കൽപ്പനകൾ എന്ന് പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ, അനുസരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ മോശയ്ക്ക് ദൈവവുമായിട്ടുള്ള അനുഭവങ്ങൾ, ഈ മോശൻ്റെ കൂടെ വന്ന ജനങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അടങ്ങുമ്പോഴാണ് അതൊരു വിൽപത്രം അല്ലെങ്കിൽ ഒരു വില്ലായിട്ട് മാറുന്നത്, ഒരു ഉടമ്പടിയുടെ പുസ്തകം ആയി മാറുന്നത്. ആ ഉടമ്പടിയുടെ പുസ്തകത്തിനകത്ത് ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനതയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനതയുടെ ഇടയ്ക്ക് ഓൾറെഡി സർക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റോറിയാണ് ആദാമിൻ്റെയും ഹവ്വയുടെയും അവരുടെ
മക്കളുടെയും നോഹയുടെയും അവരുടെ മക്കളുടെയും അബ്രഹാമിൻ്റെയും അവരുടെ മക്കളുടെയും ഒക്കെ കഥകൾ. കാരണം ഇതൊക്കെ ഇവരുടെ പൂർവ്വജന്മാരാണ്. അവരുടെ കഥകളൊക്കെ അവർ വാമൊഴിയായി അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവരുടെ നോളജാണ്. അവർക്ക് ഓൾറെഡി അറിയാം ഈ സംഗതികളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള നോളജിൻ്റെ മധ്യത്തിലാണ് മോശെ ഇതെല്ലാം കൂടെ എഴുതി പുസ്തകങ്ങളാക്കുന്നത്. എന്നാൽ മോശെ അവർക്ക് ഈ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ദൈവം ആരാണ്, അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നല്ല ഉടമ്പടി അല്ലെങ്കിൽ നല്ല ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വസ്തതയുള്ള ഒരു ബന്ധമാണ്. ആ പരസ്പര വിശ്വസ്തതയ്ക്കകത്ത് ദൈവത്തോട് മനുഷ്യർ വിശ്വസ്തത പാലിക്കുകയാണെങ്കിൽ ദൈവം വിശ്വസ്തത പാലിക്കും. ആ ബന്ധത്തിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് നീതി എന്ന് പറയുന്നത്. അപ്പം നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ എന്താണ്? ശരി തെറ്റ്. അതിൽ ശരി എന്ന് പറഞ്ഞാൽ നീതിയാണ്, തെറ്റെന്ന് പറഞ്ഞാൽ നീതികേടാണ്. ആ രീതിയിലല്ല വേദപുസ്തകത്തിൽ നീതി എന്ന് പറയുന്ന സംഗതി. നീതി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തെയാണ് ഈ നീതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ശരികളൊക്കെ ചെയ്ത് ആ ശരിയായ മാർഗത്തിൽ നമ്മൾ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് നല്ല നീതിയുള്ളൊരു ബന്ധം ഉണ്ടാകും. ഇനി ആ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അതും കൂടെ ഉണ്ട്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ശരിയായ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല, ദൈവത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുകയും ദൈവവുമായിട്ട് നല്ല ബന്ധം ആത്മീയമായിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ നീതി എന്ന് പറയുന്ന സാധനം നമ്മുടെ മേലെയുള്ളൂ. അപ്പോൾ ഇസ്രായേലിന് മൊത്തമായിട്ടും ദൈവം പറയാണ്, നിങ്ങൾ ഈ ഉടമ്പടി ബന്ധം പാലിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് നല്ല ബന്ധത്തിലാണെങ്കിൽ, നീതിയുള്ള ബന്ധത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ടാവും. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ യുദ്ധങ്ങളിൽ ജയിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളെ ജയിപ്പിക്കും. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരിൽ നിന്ന് ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ആവശ്യമായ ധാന്യവും നിങ്ങൾക്ക് ആവശ്യമായ ആഹാരപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ലഭിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും, ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യവും, ജീവൻ എന്ന് പറയുന്ന കാര്യം, ആത്മീയമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി അടങ്ങുന്നതാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ആ ദൈവവുമായിട്ട് നല്ല നീതിയുള്ള അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, ബന്ധത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലെ ഉണ്ടാകും. മൊത്തത്തിൽ ആ സമൂഹത്തിൻ്റെ മുകളിൽ മൊത്തത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിലുണ്ടാകും. ദൈവം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താണല്ലോ ജീവനും സ്നേഹവും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ മധ്യ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അനുഗ്രഹം ഉണ്ടാകും. അവർ അനുഗ്രഹിക്കപ്പെടും. മറ്റ് ജാതികളെക്കാളും അവർ അനുഗ്രഹം അനുഭവിക്കുന്നവർ ആയിരിക്കും. എന്നാൽ അവർ ഈ ഉടമ്പടി ബന്ധം തെറ്റിക്കുകയാണ്. ആദമും ഹവ്വയും തെറ്റിച്ചതുപോലെ അവർ സ്വേച്ഛ അന്വേഷിക്കുകയാണ്, അവർ സ്വാർത്ഥത അന്വേഷിക്കുകയാണ്. അവർ ദൈവത്തെക്കാളും വലിയ അധികാരം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ദൈവത്തിന് കീഴ്പ്പെടാനോ ദൈവത്തെ അനുസരിക്കാനോ വയ്യ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ വിട്ടിട്ട് അവർ അന്യദേവന്മാരെ സേവിക്കാൻ പോവുകയോ വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുകയോ അവർ തന്നെ ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെടുകയോ അവർ സ്വേച്ഛ അന്വേഷിച്ച് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടി ബന്ധം അവിടെ തകരും. അപ്പോൾ അവരൊരു പക്ഷേ അവരുടെ സമൂഹത്തിനകത്ത് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ കള്ളനായിരിക്കും. ആ കള്ളന് അവനിങ്ങനെ മോഷണം നടത്തുന്ന സമയത്താണെങ്കിൽ പോലും ആ ഇസ്രായേൽ സമൂഹം മുഴുവനും അനുഗ്രഹത്തിലാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആ ഒരു കള്ളൻ ഒരു മോഷണം നടത്തിയത് കൊണ്ട് ഇസ്രായേൽ ജനം മുഴുവനായിട്ടും ശാപത്തിലേക്ക് പോകുന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യവും വിട്ടുപോകുന്നില്ല. പക്ഷേ ഇതേമാതിരി കുറേ കള്ളന്മാർ കുറേ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കോടതിയും ഈ കള്ളന്മാരെ ശിക്ഷിക്കുന്നതിന് പകരം കള്ളന്മാരാരിൽ നിന്നാണോ മോഷ്ടിക്കുന്നത് അവരെയാണ് ശിക്ഷിക്കുന്നത്. നീതിയെ അനീതിയായി വ്യാഖ്യാനിക്കുകയും അനീതിയെ നീതിയായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ലോ മേക്കേഴ്സ് ഈ അനീതിയെ ഇനിയും കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ആ മോഷണം കള്ളത്തരമല്ല, ആ മോഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാണ് കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് നീതിയെ തന്നെ അവർ അനീതിയായും അനീതിയെ നീതിയായിട്ടും വ്യാഖ്യാനിക്കുകയും കൂടെ ചെയ്തിട്ട് അങ്ങനെയുള്ള നിയമങ്ങളും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ആ അവസ്ഥയിൽ അവിടുത്തെ നീതി വ്യവസ്ഥ മുഴുവനായിട്ടും തെറ്റി.
നീതിയുടെ പേരിൽ പിന്നെ അനീതിയാണ് നടക്കുന്നത്, ന്യായത്തിൻ്റെ പേരിൽ പിന്നെ അന്യായമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. ഈ ആളുകളാണെങ്കിൽ വിഗ്രഹങ്ങളെ അന്വേഷിക്കുന്നു, അന്യദേവന്മാരെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ നാമം വൃഥാപെടുക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം പറഞ്ഞ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുന്നതിന് പകരം അന്ന് ദൈവം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന് പകരം അവരോട് ക്രൂരത കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ വിട്ടുപോകും, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിൽ ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥ വിട്ടുപോയി. ആദാമും ഹവ്വയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രെയിം വർക്ക് മാതിരിയാണ്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മാതിരിയാണ്. അപ്പോൾ ആദാമും ഹവ്വയും ദൈവമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ അടുക്കലുണ്ട്. അവർ സ്വേച്ഛ അന്വേഷിച്ച്, അവർ സ്വാർത്ഥ താല്പര്യങ്ങൾ അന്വേഷിച്ച്, സ്വന്തം അധികാരം അന്വേഷിച്ച് അവർ പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയി. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് ഒരു എക്സൈൽ അഥവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പിന്നീട് അവരുടെ മേലെ ദൈവത്തിൻ്റെ ശാപം വരുന്നു. ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണ് അവരായിരിക്കുന്നതെങ്കിൽ അവരുടെ മേലെ എന്തില്ല? ശാപമില്ല, മരണമില്ല, ദ്രവത്വമില്ല. അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധം തകർന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ മോശെ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മോശെ പറയാണ്, ദൈവം ആദാമും ഹവ്വയോട് ചെയ്ത ആ ഉടമ്പടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദാമും ഹവ്വയ്ക്ക് പകരം ഇസ്രായേലാണ്. ഇസ്രായേലുമായിട്ട് ദൈവം ആ ഉടമ്പടി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത ആ അതേ അനുഗ്രഹം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോവുകയും ദൈവം നിങ്ങളെ വിട്ടുപോവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശപിക്കപ്പെടും. നിങ്ങളുടെ മേലെ എന്ത് വരും? ശാപം വരും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേലെ എന്ത് വരും? ശാപം വരും. അല്ലാതെ ഇപ്പോൾ ഒരു മോഷ്ടാവ് പോയിട്ട് ഒരു മോഷണം നടത്തി, അതുകൊണ്ട് ഇസ്രായേൽ മുഴുവൻ ശപിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തി വ്യഭിചാരം ചെയ്തു അവരുടെ ഇടയിൽ, അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മൊത്തത്തിൽ വ്യവസ്ഥയെ ലംഘിച്ചു, ഇസ്രായേൽ മൊത്തം വ്യഭിചാരിയാവുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ നീതിന്യായ വ്യവസ്ഥ മുഴുവനും തെറ്റിപ്പോയി. അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പൂർണ്ണമായും തെറ്റിപ്പോയി. അവർ വിഗ്രഹങ്ങളെ സേവിക്കുകയും ദൈവത്തെ ദൈവമായി കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ദൈവം അവരെ വിട്ട് പിരിഞ്ഞു പോകും. പിന്നെ അവർ മൊത്തത്തിൽ ഒരു ശാപത്തിൻ്റെ കീഴിൽ ആകും. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്കിപ്പോൾ പിടികിട്ടി കാണും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ആളുകളുണ്ടല്ലോ, അതിൽ മോഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലർ കൊലപാതകം ചെയ്തിട്ടുണ്ടാവും, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമൂഹത്തിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് അവരെ കാണേണ്ടത്, അതിനുള്ള വ്യവസ്ഥകളാണ് ഈ ന്യായപ്രമാണത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ ഈ ഉടമ്പടി പുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇത് മുഴുവനും കൂടെ അടങ്ങുന്നതാണ്. ഇതിനകത്ത് കഥകളുണ്ട്, ഇതിനകത്ത് കവിതകളുണ്ട്, ഇതിനകത്ത് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെയും മോശയുടെ അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ ന്യായപ്രമാണമുണ്ട്. ദൈവവുമായിട്ട് ഇവർ നല്ല ബന്ധത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നടുവിലുണ്ടാകും. ആദമും ഹവ്വയും അവർ ഏദൻ തോട്ടത്തിൽ ദൈവവുമായി നല്ല ബന്ധത്തിൽ ഇരുന്ന സമയത്ത് അനുഭവിച്ചതുപോലെയുള്ള ജീവനുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകും. എന്നാൽ അവർ ദൈവത്തെ കോപിപ്പിക്കുകയാണ്. അവർ ഒരു പരിധിക്കപ്പുറത്ത് ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ അന്വേഷിക്കുന്നു. അവർ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും ലംഘിക്കുന്നു. അവരുടെ നീതിന്യായ വ്യവസ്ഥ മുഴുവനായും തെറ്റിപ്പോകുന്നു. നീതിയെ അനീതിയായും അനീതിയെ നീതിയായും അവർ വ്യാഖ്യാനിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ദൈവം അവരെ വിട്ടുപോകും, അവർ ശാപത്തിന് കീഴിലാകും. ഈ സംഗതി മോശെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനത്തിനകത്ത് മോശെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മോശെ പറയാണ്, ഒരു പ്രവചനം മാതിരിയാണ് മോശെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ഒരു സമയം വരും, അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ദൈവം നിങ്ങളെ വിട്ടുപോകും, ദൈവം നിങ്ങളെ മറ്റ് ജാതികളുടെ ഇടയിൽ ചിതറിപ്പിക്കും. നിങ്ങൾ മിസ്രൈമിൽ എങ്ങനെ അടിമയായിരുന്നോ അതേമാതിരി നിങ്ങൾ മറ്റ് ജാതികളുടെ അടിമയായി തീരും.
അങ്ങനെ നിങ്ങൾ അടിമയായി തീരുമ്പോൾ എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആ പ്രവാചകനാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ നിങ്ങൾ ചെതറിപ്പോകുമ്പോൾ, ദൈവ സാന്നിധ്യം ഇല്ലാത്തവരായി തീരുമ്പോൾ, ദൈവം എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. അന്ന് ദൈവം അവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വീണ്ടും തരും. പക്ഷേ ഇപ്പോൾ തരുന്നത് മാതിരിയല്ല. ഇപ്പോൾ സാമൂഹികമായിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. എല്ലാവരും കൂടെ ആലയത്തിൽ പോകുന്നു, ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം. അന്ന് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യും. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരു ഹൃദയ മാറ്റം സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് പരിച്ഛേദന ഉണ്ട്, ഒരു ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഓർഗനിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾക്ക് ഹൃദയ പരിച്ഛേദന ലഭിക്കാനായിട്ട് ഇടയാകും.